ഷാറുഖ് ഖാൻ സ്വന്തമായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് അതിൽ ഇടപെടലൊന്നും ഇല്ലായിരുന്നു. ഷാറുഖ് ഖാന്റെ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ വല്ലതും ഉണ്ടോ? പ്രധാനമന്ത്രി എത്രത്തോളം ശക്തനാണെന്നും നമ്മുടെ രാജ്യം എത്രത്തോളം ശക്തിയുള്ള രാജ്യമാണെന്നും മനസ്സിലായി. നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി അറിയണമെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നിട്ട് കാര്യമില്ല, പുറത്തു പോകണം. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് വന്ന് കെട്ടിപ്പിടിച്ചു, പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു ആൾക്കാർ. നമസ്കാരം. ഇസ്രയേലിനു വേണ്ടി ചാരവൃത്തി നടത്തി എന്നാരോപിച്ച് ഖത്തറിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിലൂടെ ജയിൽ മോചിതനാകുകയും ചെയ്ത നാവികൻ രാകേഷ് ഗോപകുമാർ സ്വദേശമായ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി. 2022 ഓഗസ്റ്റിലാണ് രാകേഷ് ഗോപകുമാർ ഉൾപ്പെടെയുള്ള നാവികർ ഖത്തറിൻ്റെ പിടിയിലായത്. നാവികസേനയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ദോഹയിലെ സൈനിക പരിശീലന കമ്പനിയിൽ ജോലി നോക്കി വരികയായിരുന്നു രാകേഷ് ഗോപകുമാർ. കേന്ദ്ര സർക്കാരും ഖത്തർ സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് രാകേഷ് അടക്കമുള്ളവരെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അസ്താനിയുടെ നിർദ്ദേശപ്രകാരം മോചിപ്പിച്ചത്. രാകേഷ് ഗോപകുമാർ DNA ന്യൂസിനോട്. അവിടെ ഞാൻ 2019 തൊട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഷ്ടപ്പാട് ഉണ്ടായത് 18 മാസമായി. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. അതും എന്തു പറയും, ഡൽഹി എയർപോർട്ടിൽ അവർ അക്കോമഡേഷൻ തന്നു ഹോട്ടലിൽ. അപ്പം അവിടെ നിന്ന് മറ്റുള്ള ആൾക്കാർ നേവിക്കാർ അവർ വന്ന്, ഞാൻ എൻ്റെ സ്വന്തം അറേഞ്ച്മെൻറ്റിൽ വരാൻ നിൽക്കുകയായിരുന്നു ഇങ്ങോട്ട്. അവർ വന്നു എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ, പക്ഷേ നമ്മുടെ നേവിയായിട്ട് എക്സ് നേവിക്കാർ അവർ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് തന്നു, എല്ലാ കാര്യം നോക്കി എവിടെ കൊണ്ടുപോയി ഫുഡ് കഴിപ്പിച്ചു. ജനങ്ങളുടെ ഒരു സന്തോഷം, അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. സാധാരണഗതിയിൽ എത്ര മാസം കൂടുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെത്തുമായിരുന്നു? നമുക്ക് 3-4 പ്രാവശ്യം വരുമായിരുന്നു വർഷത്തിൽ 3-4 മാസം 4 പ്രാവശ്യം വരുമായിരുന്നു. അവിടെ ലീവിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം 1 മാസം ലീവ് പ്ലസ് അവധി ദിവസങ്ങളിൽ, അപ്പം അങ്ങനെയൊക്കെ പറ്റുന്ന സമയത്തൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഈ 4 വർഷം ഈ വീട്ടിൽ നിന്ന് പിരിഞ്ഞു നിന്നപ്പോൾ എന്താണ് മാനസികമായിട്ടുള്ള തോന്നിയത്? ഈ 4 വർഷം പിരിഞ്ഞു നിന്നപ്പോഴത്തേക്കും അങ്ങനെ മാനസിക വിഷമം തോന്നിയില്ല ഈ ഒരു ഘട്ടം വരും വരെ. ബിക്കോസ് ഞാൻ മിക്കവാറും നാട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പം ഒരു ദൂരം അങ്ങനെ ഫീൽ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇവരുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു വീട്ടുകാരുമായിട്ട്? നമ്മൾ പുറത്തുള്ളപ്പം വീഡിയോ കോൾ അതെല്ലാം എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ. അതല്ല, ഈ ജയിലിലായിരുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട് ആദ്യത്തെ കുറച്ച് മാസം ആഴ്ചയിൽ ഒരു ദിവസം ഫോൺ കോൾ, പിന്നെ പിന്നീട് അത് 2 ആക്കി. അവസാന ഘട്ടങ്ങളിൽ അത് 3 പ്രാവശ്യം, ആഴ്ചയിൽ 3 പ്രാവശ്യം ഫോൺ കോൾ കിട്ടുമായിരുന്നു, 10 മിനിറ്റ് വീതം. പിന്നീട് ഭാര്യയ്ക്ക് കുട്ടിക്കും ആവശ്യമുള്ളപ്പോഴൊക്കെ ഗവൺമെൻറ് അവരുടെ ചിലവിൽ അവരവിടെ കൊണ്ടുവന്ന് ഖത്തർ ഗവൺമെൻറ്റുമായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മളെ കാണിക്കുമായിരുന്നു. അരമണിക്കൂർ, അങ്ങനെ ആഴ്ചയിലൊരിക്കൽ അരമണിക്കൂർ കാണാനുള്ള സംവിധാനം ചെയ്ത് തന്നിട്ടുണ്ട്. 4 പ്രാവശ്യം അവർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഒരു മോളാണുള്ളത് അല്ലേ? ഒരു മോളാണുള്ളത്. മോൾ എന്ത് ചെയ്യുന്നു? മോളിപ്പം 10ലാണ്. ഏത് സ്കൂള്? ആർമി പബ്ലിക് സ്കൂൾ. അത് ശരി. അച്ഛനെ കണ്ടപ്പോൾ, വളരെ ദിവസത്തിന് ശേഷം അച്ഛനെ നേരിട്ട് കണ്ടപ്പോൾ മോളുടെ ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? അച്ഛനെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന മോൾ പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. എൻ്റെ മകള് അങ്ങനെ ഷീസ് വെരി സ്ട്രോങ്, അങ്ങനെ കരയാറൊന്നുമില്ല. പക്ഷേ അച്ഛൻ വന്നല്ലോ എന്നുള്ളൊരു ഇതിൽ അവൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. നിർത്താതെ കരച്ചിലായിരുന്നു ഒരുപാട് നേരം. അതൊരു ആശ്വാസം ആണ്. ആ ഒരു ആശ്വാസമാണ് അവളുടെ കരച്ചിലായിട്ട് പുറത്തു വന്നത്. അത് ശരി. പിന്നെ വീട്ടിലേക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ചെറിയൊരു കുടുംബം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളും. രാകേഷിൻ്റെ സ്വന്തം സ്ഥലം? എൻ്റെ സ്വന്തം സ്ഥലം പ്രാവച്ചമ്പലം, നിയമത്തിനടുത്ത് പ്രാവച്ചമ്പലം. അവിടെയാണ് കുടുംബ വീട്? അവിടെ കുടുംബ വീട്. അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ അമ്മയും സഹോദരിയുണ്ട്. അമ്മയും സഹോദരിയുണ്ട്. അവരെ നേരിട്ട് കണ്ടില്ലേ? അവരും വന്നു, അവർ നേരിട്ട് കണ്ടു. അവർ വരും, മിക്കവാറൊക്കെ വരും. അപ്പോൾ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? അമ്മ സന്തോഷമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം? നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മളെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉണ്ട്, നമ്മൾ എന്നായാലും പുറത്തിറങ്ങും. ഒരു പേടിയുണ്ടായിരുന്നു നമുക്ക് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടിയപ്പോഴത്തേക്കും. പക്ഷേ അതിനുശേഷം ഉള്ള മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നീക്കുപോക്കുകൾ ഭയങ്കരമായിട്ട് നമുക്ക് ഹോപ്പ് തരുന്നതായിരുന്നു. ഫോറിൻ മിനിസ്റ്റർ നേരിട്ട് ഇവരെ വിളിച്ച് നേരിട്ട് കണ്ടു 3-4 തവണ. ജയശങ്കർ സാർ അവർ കോൺഫിഡൻസ് തന്നു, എന്ത് വന്നാലും അവർക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ജയശങ്കർ സാർ പറഞ്ഞു, കൊണ്ടുവന്നിരിക്കും, നമ്മുടെ പ്രധാനമന്ത്രിയാണ് മോദി സാർ, എന്തായാലും അവർ തിരിച്ചു വരും, പേടിക്കേണ്ട. സമയം എടുക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ നടന്ന കാര്യം വളരെ വിചിത്രമാണ്. വളരെ പെട്ടെന്ന് നമ്മളെ പുറത്തിറക്കി വിട്ടു, ഒരു ലീഗലോ അങ്ങനെ ഒന്നുമില്ലാതെ. അത് വളരെ സന്തോഷമാണ്. നമ്മൾ പ്രധാനമന്ത്രി എത്രത്തോളം ശക്തനാണെന്നും നമ്മുടെ രാജ്യം എത്രത്തോളം ശക്തിയുള്ള രാജ്യമാണെന്നും മനസ്സിലായി. പുള്ളിക്കാരുള്ളപ്പോഴും നമ്മളിൽ നിരപരാധിയായ ആരും ശിക്ഷിക്കപ്പെടത്തില്ല, ഒരിടത്തും എങ്ങനെയും കൊണ്ടുവരും. പുള്ളിയുടെ അടുത്ത് വളരെയധികം നന്ദിയുണ്ട്.
ഇതിനിടയ്ക്ക് ഇവിടെയൊക്കെ വേറൊരു രീതിയിലുള്ളൊരു സംസാരം, അത് ഷാരൂഖ് ഖാൻ ഇടപെട്ടാണ് ഇതിനെ ഇത്രയും പെട്ടെന്ന് ഇത് റെഡി ആക്കിയതെന്നൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അതിന് വാർത്തയിൽ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ. ഷാറുഖ് ഖാൻ സ്വന്തമായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് അതിൽ ഇടപെടലൊന്നും ഇല്ലായിരുന്നു. ഷാറുഖ് ഖാൻ്റെ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ വല്ലതും ഉണ്ടോ? വെറുതെയാണ്. മോദി സാർ ഇടപെടുമ്പോഴത്തേക്കും പിന്നെ അതിൽ വേറെ ആവശ്യമൊന്നുമില്ല, ഷാറുഖ് ഖാൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി അറിയണമെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നിട്ട് കാര്യമില്ല, പുറത്തു പോകണം. പുറത്തു പോയിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് നോക്കണം. അപ്പോഴേ അറിയത്തുള്ളൂ നമ്മുടെ രാജ്യവും നമ്മുടെ പ്രധാനമന്ത്രിയും എന്താണ് ആരാണെന്ന് അറിയണം. ഇപ്പോൾ രാജേഷ് വന്നതിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം സന്തോഷത്തിലാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. നേരിട്ട് പരിചയമില്ലെങ്കിലും വാർത്തകളിലൂടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് വന്നു സന്തോഷം പ്രകടിപ്പിച്ചു, പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിൽ വന്നപ്പോഴും ആൾക്കാർ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും വന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി. ഒരുപാട് പേര് വന്ന് കെട്ടിപ്പിടിച്ചു, പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കരയുന്നുണ്ടായിരുന്നു ആൾക്കാർ. നിങ്ങൾ തിരിച്ചെത്തിയല്ലോ സുരക്ഷിതമായിട്ട്. അപ്പോൾ അതൊരു സന്തോഷമായിരുന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ ഭാര്യയുടെയോ കുട്ടിയുടെ പ്രാർത്ഥന മാത്രമല്ല, ഒരു രാജ്യം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ നന്ദി, എന്നെ ഇവിടെ കൊണ്ടുവരാൻ സഹായിച്ചതിൽ നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഒരു എൻ്റെ വീട്ടിലോട്ട് എന്നെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കാൻ സഫലമാക്കിയത്. എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് കേരളത്തിലെ ജനതയോട്, എന്നെ വിശ്വസിച്ചതിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലും.